ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് USS 2020 ചോദിച്ച ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്കറിയാം, ഇംഗ്ലീഷ് നിങ്ങൾ പേപ്പർ 2 എഴുതേണ്ടത്. അതിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. 2020 ക്വസ്റ്റ്യൻസ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ബൈ ചൂസിങ് ദ റൈറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ എലോങ് വിത്ത് ഈച്ച് ക്വസ്റ്റ്യൻ. നമ്മൾ സാധാരണയായിട്ട് കണ്ടിട്ടുള്ള കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ആണത്. ഒരു പാരഗ്രാഫുമായിട്ട് ഉണ്ടാവും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് നിങ്ങൾ ആൻസർ ചെയ്യാന്നുള്ളതാണ്. 4 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, പാരഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്തത്. നമുക്ക് ആദ്യം ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, പാരഗ്രാഫ് ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ നല്ല കോൺസെൻട്രേഷനോട് കൂടി വായിക്കുക. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആവും. ഇതാണോ അതാണോ ആൻസർ എന്നുള്ള കൺഫ്യൂഷൻ ആവാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് തന്നെ മീനിങ് മനസ്സിലാക്കി നല്ല ക്ലിയർ ആയിട്ട് വായിച്ച് പോവാം. സോ പാരഗ്രാഫ് വായിക്കാം. ഡോക്ടർ വാൻഗരി മത്തായി from Kenya was awarded the Nobel Peace Prize for her work in development, environmental protection and peace in 2024. Dr. Mathai, a university professor by profession, was an environmental activist and a politician. She was the first African woman to win the Nobel Peace Prize. Dr. Mathai is quite assertive as a leader of the African woman. She introduced the idea of planting trees to save the environment. She organized a group of women called Green Belt Movement to plant trees. More than 30 million trees have been planted. They are now helping to protect the environment by providing groundwater, causing more rainfall and retaining water. These trees also provide material benefits including firewood, fruits, nuts and building materials for the women and their families. So, first question, what rare honor does Dr. Wangari Maathai have as an African? സോ ഇവിടെ തന്നെ ഞാൻ ആൻസർ മാർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഷീ ഈസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൻ ടു ബിക്കം എ യൂണിവേഴ്സിറ്റി ടീച്ചർ. B option, she is the first African woman to become an environmentalist. C, she is the first African woman to become a politician. ആൻസർ പാരഗ്രാഫിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. ഡി ആണ് ആൻസർ. ഷീ ഈസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ടു ബിക്കം ദ വിന്നർ ഓഫ് നോബൽ പീസ് പ്രൈസ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആസ് എ ലീഡർ ഡോക്ടർ വാങ്കരി മത്തായി ഈസ് ഓപ്ഷൻ എ അസേർട്ടീവ്, ബി അക്കോമഡേറ്റീവ്, സി എൻവിയസ്, ഡി റിലയബിൾ. അസേർട്ടീവ് എന്നുള്ളതാണ് ആൻസർ ആ പാരഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. സോ തേർഡ് ക്വസ്റ്റ്യൻ, ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഇൻ കെനിയ എൻകറേജസ് എ പൊളിറ്റിക്കൽ സ്ട്രൈക്സ്, ബി ബിൽഡിംഗ് സ്കൂൾസ്, സി പ്ലാന്റിംഗ് ട്രീസ്, ഡി നൺ ഓഫ് ദ എബോവ്. സോ ആൻസർ വരുന്നത് സി പ്ലാന്റിംഗ് ട്രീസ് എന്നുള്ളതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ബൈ പ്രൊഫഷൻ ഡോക്ടർ വാങ്കരി മത്തായി വാസ് ഓപ്ഷൻ എ ഫിസിഷ്യൻ, ബി യൂണിവേഴ്സിറ്റി ടീച്ചർ, സി ജേർണലിസ്റ്റ്, ഡി ആക്ടിവിസ്റ്റ്. ആൻസർ യൂണിവേഴ്സിറ്റി ടീച്ചർ എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 to 12 എന്ന് പറയുന്നത്, പിക്ക് ഔട്ട് ദ റൈറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ എന്നുള്ളതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ വിൻഡ് സ്റ്റുഡ് അപ്പ് ആൻഡ് ഗേവ് എ ഷോട്ട്. ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ലൈൻ ഈസ്. ഈ ലൈനിൽ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് USS എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ്. സോ മാക്സിമം ഫിഗർ ഓഫ് സ്പീച്ചും അതിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് സിമിലി, മെറ്റഫർ, ഒണമാറ്റോപിയ, പേഴ്സോണിഫിക്കേഷൻ എന്നുള്ളവയാണ്. സോ ജസ്റ്റ് സിമ്പിളായിട്ട് അതൊന്ന് പറഞ്ഞു പോവാം. സിമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഓർ അസ് വെച്ചിട്ട് രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ സിമിലി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ലൈക്ക് ആൻ ഏഞ്ചൽ, അവളൊരു മാലാഖയെ പോലെയാണ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ചിനെയാണ് സിമിലി എന്ന് പറയാം.
മെറ്റഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിസൺ തന്നെയാണ്, രണ്ട് അൺലൈക്ക് തിങ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. പക്ഷെ അവിടെ എന്ത് ഉപയോഗിക്കുന്നില്ല, ലൈക്ക് കോറസ് ഉപയോഗിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് എ ലയൺ, അവനൊരു ലയണാണ്. രണ്ട് കോൺട്രാസ്റ്റ് ആയ കാര്യങ്ങളാണ്, പക്ഷെ അതിനെ കമ്പയർ ചെയ്യുന്നു. സോ ഒണോമാറ്റോപ്പിയ എന്ന് പറയുന്നത് ഫിഗർ ഓഫ് സ്പീച്ച് വിച്ച് ഈസ് റിലേറ്റഡ് ടു സൗണ്ടാണ്. സൗണ്ടുമായിട്ട് ഒരേ രീതിയിൽ വരുന്ന സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ഒണോമാറ്റോപ്പിയ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ക്വാളിറ്റീനെ ഒരു നോൺ ഹ്യൂമൻ ആയ തിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാം, ദ വിൻഡ് സ്റ്റുഡ് അപ്പ് ആൻഡ് ഗേവ് എ ഷോട്ട്. ഒരിക്കലും എന്തിനാണ് കാറ്റിന് എണീറ്റ് നിൽക്കാനായിട്ട് കഴിയില്ല, പക്ഷേ ഹ്യൂമൻ ബീങ്സിനാണ് കഴിയുക. പക്ഷേ അങ്ങനെയുള്ള ഒരു ഹ്യൂമൻ ക്വാളിറ്റീനെ നോൺ ഹ്യൂമൻ ആയ ഒരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതാണ് പേഴ്സോണിഫിക്കേഷൻ. സോ ഇവിടെ ആൻസർ വരിക പേഴ്സോണിഫിക്കേഷൻ ആണ്. ഫിഗർ ഓഫ് സ്പീച്ചുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഓക്കെ, 6th ക്വസ്റ്റ്യൻ, ഐ വിൽ ഡാഷ് ടു യു ആസ് സൂൺ ആസ് ദ റിസൾട്ട് ഈസ് ഔട്ട്. താഴെ ഓപ്ഷൻസ് കണ്ടാൽ തന്നെ അറിയാം, ഫ്രേസൽ വെർബാണ്. ഫ്രേസൽ വെർബും USS എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഫ്രേസൽ വെർബ് വർക്കൗട്ട് ചെയ്യുക. ഏത് ഫ്രേസൽ വെർബാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് ഐഡിയ ഇല്ല. ഏത് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ പുട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, ഗെറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ഇതിനു മുമ്പ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിലും സെയിം ഈ ഫിഗർ ഓഫ് സ്പീച്ചും ഈ ഫ്രേസൽ വെർബ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പം ഇവിടെ ഓപ്ഷൻസ് ഗെറ്റ് അപ്പ്, ഗെറ്റ് ഡൗൺ, ഗെറ്റ് അക്രോസ്, ഗെറ്റ് എവേ എന്നുള്ളതാണ്. ഇവിടെ ആൻസർ വരിക ഗെറ്റ് അക്രോസ് എന്നുള്ളതാണ് ആൻസർ വരിക. 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദർ വാസ് ഹേർഡ് ഡാഷ് റിയൽ ആങ്കർ ഡാഷ് ഹിസ് വോയിസ്. ഇത് പ്രിപ്പോസിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് പ്രിപ്പോസിഷനാണ് കറക്റ്റായിട്ട് വരിക എന്നുള്ളത് നോക്കിയാൽ ഓപ്ഷൻ എ ആൻഡ് ഇൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള പ്രിപ്പോസിഷൻസ് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. അതുകൊണ്ട് തന്നെ പ്രിപ്പോസിഷൻ്റെ കറക്റ്റായ മീനിങ്സ് എല്ലാവരും USS എക്സാമിന് മുന്നേ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ദർ വാസ് ഹാർഡ് ആൻഡ് റിയൽ ആങ്കർ ഇൻ ഹിസ് വോയിസ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. സോ 8th ക്വസ്റ്റ്യൻ, ഹീ ടുക്ക് ഔട്ട് എ ഡാഷ് ഓഫ് കീസ് ഫ്രം ഹിസ് പോക്കറ്റ് ആൻഡ് ഓപ്പൺ ദ ലോക്ക്. അതായത് ഇവിടെ കീസിൻ്റെ കളക്റ്റീവ് നൗണാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം സ്റ്റാക്ക്, ക്രൗഡ്, ബൊക്കറ്റ്, ബഞ്ച് എന്നുള്ളതാണ് ഓപ്ഷൻസ്. സോ ബഞ്ച് ഓഫ് കീസ് എന്നുള്ളതാണ് കീസിൻ്റെ കളക്റ്റീവ് നൗൺ. സോ കളക്റ്റീവ് നൗണിൻ്റെ പാർട്ടിൽ നിന്നും റെഗുലറായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. ആ ഭാഗത്ത് നിങ്ങൾ കൂടി ഒരു കുറച്ച് കോൺസെൻട്രേഷൻ കൂടി കൊടുക്കുക. 9th ക്വസ്റ്റ്യൻ, ഡാഷ് ദ സൺ ഈസ് ഷൈനിങ് ഇറ്റ് ഈസ് നോട്ട് വാം. ഓപ്ഷൻസ് ഓൾദോ, സോ, ബിക്കോസ്, ബട്ട്. ഓപ്ഷൻ എ ഓൾദോ എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. 10th ക്വസ്റ്റ്യൻ, ഓൺ ദ കമ്മിങ് സൺഡേ മൈ ഫ്രണ്ട് ആൻഡ് ഐ ഡാഷ് ഗോയിങ് ടു വാച്ച് എ മൂവി. ഇവിടെ ആം, ആറ്, ഈസ്, ഹാവ് എന്നുള്ളതാണ് ഓപ്ഷൻ. ആം എന്നുള്ള ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക. 11th ക്വസ്റ്റ്യൻ, ഐ സോ എ ഗേൾ ഡാഷ് വാസ് ക്യാരിങ് എ ബാസ്ക്കറ്റ് ഓൺ ഹെർ ഹെഡ്. ഇവിടെ റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ഇവിടെ ആ ഗേളിനെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ദാറ്റ്, വിച്ച്, ഹൂ, വേർ എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺസിൽ ഹൂ എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ ആണ് ആൻസറായിട്ട് വരിക. ദെൻ 12th ക്വസ്റ്റ്യൻ, ദ ബെയർഫൂട്ടഡ് റണ്ണർ വോൺ ദ പ്രൈസ്. ദ അണ്ടർലൈൻഡ് വേർഡ് മീൻസ്. ബെയർഫൂട്ടഡ് എന്ന വേർഡിൻ്റെ മീനിങ് പറയാന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ നോട്ട് പ്രോപ്പർലി ഡ്രസ്ഡ് അപ്പ്. ഓപ്ഷൻ ബി നോട്ട് വിയറിങ് ഷൂസ്. ഓപ്ഷൻ സി നോട്ട് വിയറിങ് സ്പോർട്സ് ജേഴ്സി. ഓപ്ഷൻ ഡി നോട്ട് ഫിസിക്കലി ഫിറ്റ്. ഇതിൽ ഓപ്ഷൻ ബി ആയ നോട്ട് വിയറിങ് ഷൂസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസറായിട്ട് വരിക. 1 തൊട്ട് 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും കോംപ്രഹെൻഷനാണ്. ഇത് പോയത്തിൽ നിന്നുള്ള കോംപ്രഹെൻഷനാണ്. റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ബൈ ചൂസിങ് ദ റൈറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. സോ ആ പോയം നമുക്കൊന്ന് വായിക്കാം. എ പോയിസൺ ട്രീ. I was angry with my friend. I told my word and my word did end. I was angry with my foe. I told it not. My word did not. And I watered it in fears, night and morning with my tears. And I sunned it with smiles and with soft, deceitful wiles.
And it grew both day and night, till it bore an apple bright, and my foe beheld in shine. And he knew that it was mine, and into my garden stole, when the night had veiled the pole. In the morning, glad, I see my foe outstretched beneath the tree. So, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ റൈം സ്കീം ഓഫ് ദ പോയം എന്നുള്ളതാണ്. ഓപ്ഷൻ എ ബി എ ബി, ഓപ്ഷൻ ബി എ ബി ബി എ, ഓപ്ഷൻ സി എ ബി ബി, ഓപ്ഷൻ ഡി എ ബി സി ഡി. സോ എങ്ങനെയാണ് റൈമിംഗ് സ്കീം നമ്മൾ കണ്ടുപിടിക്കുക? സോ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റാൻസ കൺസിഡർ ചെയ്താൽ ഫ്രണ്ട്, അതിൻ്റെ ആ ഒരു ലൈനിൻ്റെ എൻഡ് വേർഡ് മാത്രം കൺസിഡർ ചെയ്യാം. ഫ്രണ്ട് എൻഡ്, സെക്കൻഡ് ലൈൻ എൻഡ് ചെയ്യുന്നത് എൻഡ്. അപ്പോൾ അതിന് രണ്ടിനും നമ്മൾ സെയിം സൗണ്ടിൽ എൻഡ് ചെയ്യുന്നതുകൊണ്ട് അതിന് നമ്മൾ എ എന്നുള്ള ലെറ്റർ കൊടുക്കുന്നു. സോ എ ദെൻ ഫോ ഗ്രോ. സോ രണ്ടും ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്നതിനുള്ള അതിന് നമ്മൾ ബി ബി എന്ന് കൊടുക്കുന്നു. സോ എ ബി ബി എന്നുള്ളതാണ് അതിൻ്റെ റൈം സ്കീം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ തീം ഓഫ് ദ പോം? ബ്യൂട്ടി ഓഫ് നേച്ചർ, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്, അൺറിസോൾവ്ഡ് ആങ്കർ, ഗ്ലോബൽ വാർമിംഗ്. സോ ആൻസർ അൺറിസോൾവ്ഡ് ആങ്കർ എന്നുള്ളതാണ്. 15th, what did the speaker do when he was angry with his friends? He kept it in his mind. He told about to his friends. He waited for an opportunity to take revenge. He planted an apple tree. His answer is he kept it in his mind എന്നുള്ളതാണ് ആൻസർ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ ഈസി ആയിട്ട് തന്നെ മാർക്ക് പോകാനും സാധ്യതയുള്ളതാണ് ഇംഗ്ലീഷ് USS പാർട്ടിൽ. സോ ഓരോ സ്പെസിഫിക് ഏരിയ വെച്ചിട്ട് തന്നെ ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ വളരെ ഈസിയാണെന്ന് വിചാരിക്കും, പക്ഷേ നമ്മൾ ആ എക്സാമിന് അപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇതാണോ ആൻസർ അതാണോ ആൻസർ എന്നുള്ളത്. സോ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോവുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.